താങ്കൾ തിരക്കിൽ അല്ലെങ്കിൽ ദയവായി ഒന്ന് തുടരുക. ആർ വി ബാബു കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ആർ വി ബാബു, വിജയ് മല്യ എന്ന UB ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശബരിമലയിൽ മേൽക്കൂരയിൽ അടക്കം അവിടെ ശ്രീകോവിൽ ഭാഗങ്ങളിൽ സ്വർണം പൂശിയപ്പോൾ ഉൾപ്പെട്ടിരുന്നത് ദ്വാരകാപാലക ശില്പങ്ങൾ കൂടി സ്വർണം പൂശപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നതാണ് അന്ന് പുറത്തു വന്ന വാർത്തകൾ. അതിൻ്റെ രേഖകൾ എൻ്റെ കൈവശമില്ല, ഇനി ഇപ്പോൾ പരിശോധിക്കാൻ സാധ്യവുമല്ല. ഒരുപക്ഷെ ദേവസ്വം വകുപ്പിൽ രേഖകൾ ഉണ്ടാവാം. പക്ഷേ അന്ന് പറഞ്ഞ വാർത്തകളിൽ ഈ ദ്വാരകാപാലക ശില്പങ്ങൾ അടക്കം സ്വർണം പൊതിഞ്ഞിരുന്നു എന്നാണ്. ആ സ്ഥലം തന്നെയാണ് പിന്നീട് ചെമ്പാണെന്നും അവിടെ സ്വർണം പൂശണമെന്നും 2019 ഉത്തരവ് വരുന്നത്. ഒരു അവ്യക്തത അവിടെയാണ് നമുക്ക് തോന്നുന്നത്. താങ്കൾ ഇക്കാര്യം പരിശോധിച്ചോ? ഈ വിഷയത്തിൽ നമുക്ക് തുടക്കം മുതൽ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കുറ്റകരമായ അനാസ്ഥ അത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. കോടതി തന്നെ അക്കാര്യം വളരെ രൂക്ഷമായ ഭാഷയിൽ പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. 1999 ദ്വാരപാലക ശില്പങ്ങൾ അടക്കം സ്വർണം പൂശിയതാണ്. ആ സ്വർണം പൂശിയ വാർത്ത അന്നത്തെ പത്രങ്ങളിൽ വന്നതാണ്. അതെല്ലാം നമ്മൾ വായിച്ചതാണ്. അപ്പോ 1999 സ്വർണം പൂശിയ ആ ദ്വാരപാലിക ശില്പങ്ങളടക്കം അത് എങ്ങനെയാണ് ചെമ്പായിട്ട് മാറുക? എങ്ങനെയാണ് അതിന് ലോപം സംഭവിക്കുക? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 2019 വീണ്ടും അതെടുത്ത് നന്നാക്കാൻ, അതിന് വീണ്ടും സ്വർണം പൂശാൻ തീരുമാനിക്കുക? ഇവിടെ പ്രശ്നം ഇതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിന്റെ മഹത്തറിൽ അത് ചെമ്പ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് സ്വർണം പൂശിയ പാളിയാണെന്നോ സ്വർണം പൂശപ്പെട്ട സാധനമാണെന്നോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. തിരുവാഭരണ കമ്മീഷണർ എന്തു പറഞ്ഞു എന്നുള്ളത് നമ്മുടെ കൺമുമ്പിലുണ്ട്. ഈ 2019 നിയമവിരുദ്ധമായി ഇവിടെ തന്ത്രി പറഞ്ഞാൽ ചെയ്യാമെന്നാണ്. തന്ത്രി പറഞ്ഞാൽ ചെയ്യാമെന്ന് മാനുവലിലുണ്ടോ? ശ്രീ ആർ വി ബാബു, ഞാൻ ഇടയ്ക്ക് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കാം. താങ്കൾ സൂചിപ്പിച്ച മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന്, രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഉദ്ദേശിച്ചത് വിജയ് മല്യ സ്വർണം പൂശിയത് ഏതൊക്കെ ഭാഗങ്ങൾ, ഏതൊക്കെ ഇടം എന്ന് കൃത്യമായ രേഖയില്ല എന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്? വിജയ് മല്യ സൂചിപ്പിച്ച കാര്യത്തിൽ മാത്രമല്ല, 2019 കൊണ്ടുപോയതിനെ സംബന്ധിച്ച് രേഖയിലുണ്ടോ? 2019 തിരികെ വന്നതിന് രേഖയിലുണ്ടോ? ഒരു മാസം കഴിഞ്ഞിട്ടാണ് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥൻ അവിടെ പോകുന്നത്. ഇവിടെ നമ്മളെയൊക്കെ കബളിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണ്? ദേവസ്വം തന്ത്രി പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. തന്ത്രി പറഞ്ഞാൽ പിന്നെ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോന്ന് ഇത് ആര് പറഞ്ഞു? ഇങ്ങനെ തന്ത്രി പറഞ്ഞാൽ മതിയോ? ദേവസ്വം അവിടെ കൃത്യമായിട്ട് മാനുവലിലുണ്ടല്ലോ. ദേവസ്വത്തിന്റെ പ്രിമൈസിൽ തന്നെ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ദേവസ്വം അധികാരികളുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്താവൂ എന്ന് കൃത്യമായിട്ട് മാനുവലിലുണ്ടല്ലോ. അത് ചട്ടം ലംഘിച്ച് നിയമവിരുദ്ധമായിട്ട് പുറത്തു കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അത് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് മഹസർ രേഖപ്പെടുത്തിയിട്ടില്ല. കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരില്ല. കൊണ്ടുപോയി ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവത്തിൽ മോണിറ്റർ ചെയ്യാൻ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണം കമ്മീഷണർ ചെല്ലുന്നത് എന്നൊക്കെ പറയുമ്പോ ഇത് കേവലം ഒരു ലളിതമായിട്ട് ലാഘവത്തോടെ കാണേണ്ട ഒരു വിഷയമാണോ? ഇതിന് ഉത്തരവാദി ദേവസ്വം ബോർഡ് ഉത്തരവാദിയല്ലേ? ഇതെന്തോ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു ചെറിയ ഒരു സംഭവം മാത്രമാണ് എന്ന് ലാഘവത്തോടെ ഇതിനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഏത് കള്ളത്തെയും സത്യമാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അവരാണ് ഇത്തരത്തിൽ വാദം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന് ഒരു നിമിഷം ഈ ചുമതലയിൽ തുടരാൻ ധാർമ്മികമായിട്ടും നിയമപരമായിട്ടും അവകാശമുണ്ടോ? ഹൈക്കോടതിയുടെ കണ്ടെത്തലിന്റെ ആണ് ഇവരൊക്കെ ചോദ്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കുക, ഹൈക്കോടതി ഇത്തരം ഒരു കാര്യം സുയോമോട്ടോ കേസ് എടുത്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരെങ്കിലും ഈ നടന്ന സംഭവം അറിയുമായിരുന്നോ? സ്പെഷ്യൽ കമ്മീഷണർ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരെങ്കിലും ഈ സംഭവം അറിയുമായിരുന്നോ? ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത് മൂടിവെച്ചത്? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് 100 കൂട്ടം ചോദ്യങ്ങളില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇവരുടെ അവിഹിത ബന്ധം എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പീഠം ഏതൊക്കെ തരത്തിൽ ആരുടെയൊക്കെ കൈവഴിയിലൂടെ പോയി? ഇതൊക്കെ ഉത്തരവാദിത്വം പറയേണ്ടതായിരുന്നേ. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയുകയാണ് സംഗതി അത് അങ്ങനെയല്ല, നമുക്ക് നടപടി എടുക്കാം, ഇങ്ങനെ എടുക്കാം. എങ്ങനെ? 6 കോടി രൂപയുടെ അരവണ നഷ്ടപ്പെട്ടു. ആര് ഉത്തരവാദിത്വം പറഞ്ഞു? അവിടെ 6 കോടി രൂപയുടെ അരവണ നഷ്ടപ്പെട്ടു. 6 കോടി രൂപയുടെ അരവണ ഡിസ്മാൻഡിൽ ചെയ്യാൻ 2.5 കോടി രൂപയുടെ ടെൻഡർ കൊടുത്തു. ആരുടെ പണമാണ് ചെലവാക്കിയതോടെ?
ഇത്തരം നൂറുകൂട്ടം കാര്യങ്ങൾ ശബരിമല ദേവസ്വവുമായി ബന്ധപ്പെട്ട് കെട്ടുകാര്യസ്ഥത എന്നുള്ളത്, ഉത്തരവാദിത്ത രാഹിത്യം എന്നുള്ളത്, അഴിമതി എന്നുള്ളത് നിരന്തരം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ശരിയാണ് RV ബാബു. എന്തായാലും ഇന്ന് അല്പസമയം സംസാരിച്ച അനിൽകുമാർ അടക്കം 2019 ഭരണസമിതിക്ക് വീഴ്ചയുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവും, അതിൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ലല്ല, ഇതിനകത്തെ ഒരു ഭരണസമിതിയുടെ മാത്രം പ്രശ്നമായിട്ട് നമ്മൾ കാണണ്ട. ഇപ്പൊ ലേറ്റസ്റ്റ് ഞാൻ പറയട്ടെ, ഈ അരവണയുടെ പ്രശ്നം ഉണ്ടായത് ഏത് ഭരണസമിതിയുടെ കാലത്താ? ഇനി അവിടെ ഭസ്മക്കുളത്തിന്റെ ഒരു നിർമ്മാണം തുടങ്ങാൻ തീരുമാനിച്ചു. ആരുടെ തീരുമാനമാണ് ഭസ്മക്കുളം? പഞ്ചലോക വിഗ്രഹം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആരുടെ തീരുമാനമായിരുന്നു പഞ്ചലോക വിഗ്രഹം? ആരുണ്ടാക്കാനാണ് തീരുമാനിച്ചത്? എങ്ങനെ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്? ഏത് പ്രശ്നവിധിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്? പഞ്ചലോക വിഗ്രഹം. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഈ അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ യഥാർത്ഥത്തിൽ അവിടെ വലിയ തോതിലുള്ള അഴിമതിക്ക് കളമൊരുക്കാൻ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നടത്തിയ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് അയ്യപ്പ സംഗമം എന്ന് ഓരോ ദിവസവും നമുക്ക് നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുക. ശരി RV ബാബു, ദയവായി ഒന്ന് തുടരുക. ഇപ്പോൾ ഷിബു ബേബി ജോൺ, RSPയുടെ സംസ്ഥാന അധ്യക്ഷൻ, നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഷിബു ബേബി ജോൺ, ശബരിമല എക്കാലവും പ്രസക്തമായ വിഷയമാണ്. ശബരിമല എല്ലാ കാലത്തും വിവാദമുണ്ട്. അതിൽ ഏറ്റവും പുതിയ സംഭവമാണിത്. ഇതിൽ ഇപ്പോൾ CPM നേതാക്കളൊക്കെ ന്യായീകരിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കും, അതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ അതല്ലല്ലോ, രാഷ്ട്രീയ നേതൃത്വം നിയോഗിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ഒരു ഭരണസമിതിയാണ് കാലാകാലങ്ങളിൽ ശബരിമല അടക്കമുള്ള ഈ ക്ഷേത്രങ്ങളുടെ ഭരണത്തിലുള്ളത്. 2019 അന്നും ഇടതുപക്ഷ സർക്കാരാണ്, ആ ഭരണസമിതിയാണ് അവിടെ നിലവിലുണ്ടായിരിക്കുകയും ചെയ്തത്. അപ്പോൾ 2019 എവിടെയോ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചു എന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ഉത്തരവാദിത്വം പറയണ്ടേ, സർക്കാർ പറയണ്ടേ? എന്താണ് നിങ്ങളുടെ നിലപാട്? അല്ല, തീർച്ചയായിട്ടും 2019 ഒരു അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ മാത്രം തലയിൽ വെച്ച് ഊരാൻ സർക്കാരിന് സാധിക്കത്തില്ല. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിട്ട് മാത്രം കാണാൻ സാധിക്കത്തില്ല. പിന്നെ എന്തിനാണ് രാഷ്ട്രീയ നേതൃത്വം ദേവസ്വം ബോർഡായി വരുന്നത്, അതിനൊരു വകുപ്പ് മന്ത്രി ഉണ്ടാകുന്നത്? ഇത്ര ഗുരുതരമായ വീഴ്ചകൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ പരാജയത്തിന്റെ അല്ലെങ്കിൽ ഒത്തുകളിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഹൈക്കോടതി. ഇതിന്റെ നിരീക്ഷണം പൂർണ്ണമായി ആ അധികാരം ഹൈക്കോടതി കവർന്നെടുത്തിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇതിനേക്കാൾ സമ്പൂർണമായ ഒരു പരാജയം, ഒരു കുറ്റസമ്മതം ഗവൺമെന്റ് നടത്താനില്ലല്ലോ. അത് 2019 വളരെ ദുരൂഹത തന്നെയാണ് സംഭവിക്കുന്നു. പക്ഷെ അതിനുശേഷം അതേ വ്യക്തിയെ 40 വർഷത്തേക്കിന് ഗ്യാരണ്ടി ചെയ്ത് മങ്ങലേൽപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന അതേ വ്യക്തിയെ എന്തുകൊണ്ട് വീണ്ടും ഏൽപ്പിച്ചു? അതിന് ചോദ്യം ഈ ഭരണസമിതി പറയണ്ടായോ? അദ്ദേഹം ഇത് കാണുന്നില്ലെന്ന് പറഞ്ഞ പീഠം അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ട് എന്തുകൊണ്ടൊരു കേസ് പോലും എടുക്കുന്നില്ല? എന്നാൽ ഇത് അവിടെ ചില പാവകളായിട്ടുള്ളവരെ ഇരുത്തിയിട്ട് ഇതിന്റെ അദൃശ്യമായ കരങ്ങളാണ് ഇത് മൊത്തം നിയന്ത്രിക്കുന്നത്. ഈ വലിയ കൊള്ള കേരളത്തിൽ സമാനമായ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു കൊള്ള സമീപകാലത്തും നടന്നിട്ടില്ല. എന്റെ ഓർമ്മയിൽ 45 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം സ്റ്റീഫൻ, ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ സ്റ്റീഫന്റെ മോഷണമായിരുന്നു അന്ന് കേരളം ചർച്ച ചെയ്തത്. അതിന്മേൽ 10 മടങ്ങ് വ്യാപ്തിയുള്ള ഒരു കൊള്ള കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു, വർഷങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതെന്തായാലും ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ശബരിമല ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ഭാഗം മാത്രമല്ല, ഇവിടെ ഇതൊരു വൈകാരിക വിഷയം കൂടിയാണ്. അതുകൊണ്ട് UDF ഒക്കെ ഇത് ഏറ്റെടുക്കുമോ? നിങ്ങളത് ആ തരത്തിൽ ഉന്നയിക്കപ്പെടുമോ? ഇത് തീർച്ചയായിട്ടും ഏറ്റെടുക്കണമല്ലോ. കാരണം ശബരിമല കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിശ്വാസി സമൂഹത്തിന്റെ ഏറ്റവും